ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ജോൺ ബ്രദറാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് ഈ ഡിസംബർ മാസത്തിൽ താൻ ചെയ്യുന്ന പുതിയ ബിസിനസ്സിൽ എല്ലാ വഴികളും തുറക്കേണ്ടതിനായിട്ട്, പ്രത്യേകിച്ച് താൻ കൊടുത്തിരിക്കുന്ന ഓർഡറെല്ലാം ലഭിക്കേണ്ടതിനായിട്ട്, പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ വരേണ്ട ആ ഓർഡറുകളെല്ലാം വേഗത്തിൽ ആഫ്രിക്കയിൽ വന്ന് ചേരേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ ദൈവം ആ ദേശത്തിൽ മാനിക്കുകയും ചെയ്യേണ്ടതിനായിട്ടും, തൻ്റെ ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും പൂർണ്ണമായി ജയം കൊടുത്തുകൊണ്ട് കർത്താവ് ഈ ദിവസങ്ങളിൽ തന്നെ ബലപ്പെടുത്തി മുൻപോട്ട് നടത്തേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കും? ഞാൻ വിശ്വസിക്കുന്നു ഒരസാധാരണ വിടുതൽ ഇപ്പോൾ അങ്ങയുടെ മകൻ്റെ വെളിയിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഈ എപ്പിസോഡ് നടന്നു കഴിയുമ്പോൾ തന്നെ വലിയ ദൈവപ്രവൃത്തി, വലിയ ദൈവത്തിൻ്റെ കാര്യം നമ്മൾ കാണാൻ പോകുന്നു. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ജോൺ ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മിനിസ്ട്രിക്ക് ഒരു വലിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ മകൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് തൻ്റെ പുതിയ ബിസിനസ്സിനായി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ വഴികളും തുറക്കുകയും തൻ്റെ ഓർഡറുകളെല്ലാം വേഗത്തിൽ തൻ്റെ അടുക്കലെത്തുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തനിക്കത് ഗവൺമെൻറ്റിൽ നിന്നൊരു വലിയ അപ്രൂവ്ഡായി താൻ ആ ദേശത്തിൽ മാനിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ വിരോധങ്ങളെല്ലാം അവസാനിച്ച് കർത്താവെ, അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെടേണ്ടതിനായി ജോൺ ബ്രദറിന് തല മുതൽ പാദം വരെയും അത്ഭുത സൗഖ്യവും വിടുതലൊന്ന് പകർന്നതിനായി നന്ദി. കർത്താവെ, ഈ ബിസിനസ്സിലൂടെ ഒരു വലിയ ഉയർച്ച താൻ കാണാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ്റെ രക്തത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കട്ടെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്ക്, ഇതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങൾ മാറാത്തതാണ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ 3 തലങ്ങളാണ്. ഒന്ന്, അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം തന്നു. ഇന്ന് എന്നെ കേൾക്കുന്നവർ ഈ ദൈവവചനത്തിനകത്ത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്ക് അപ്പ എന്ന് വിളിക്കേണ്ട ഒരു പദവിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ പദവിക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ അധികാരിയാണെന്ന് തിരിച്ചറിയണം. അധികാരി സംസാരിച്ചാൽ ചിലത് തുറന്നു വരും. അധികാരി ഇടപെട്ടാൽ ചിലത് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരും. അധികാരിയുടെ സൈന് വരെയും ഭയങ്കര വിലയാണ്. ഇതേപോലെ നീ ഒരു പട്ടണത്തിനകത്ത്, നീ ഒരു ഭവനത്തിനകത്ത് നിന്നുകൊണ്ട് യേശുവെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിനകത്ത് മറുപടി വരുമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമാണ്. രണ്ടാമത്തത്, പുതിയ നിയമം നമ്മെ ഓർപ്പിക്കുന്നു, മക്കളെങ്കിലോ അവകാശികളാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ പറയുന്നു, മക്കളെങ്കിലോ ദൈവഹിതത്താൽ അവകാശികളുമായി തീരുന്നു. എന്നെ കേൾക്കുന്നവരെ, അവകാശം പറയുവാനായിട്ട് പട്ടണത്തിലെ നന്മ, നിങ്ങൾ വാഗ്ദത്തം കേട്ടവരാണ്. ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒന്നുമില്ലാത്ത അനുഭവത്തിലായിരിക്കാം ഇറങ്ങിത്തിരിച്ചത്. ഇനി ജീവിതത്തിനകത്ത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിലായിരിക്കാം. പക്ഷേ ഞാൻ ഈ ആരംഭത്തിൽ തന്നെ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, റൂത്ത് എന്ന് പറയുന്നത് ഒരു മോവാബി സ്ത്രീയായിരുന്നു. പക്ഷേ അവള് തൻ്റെ അമ്മായിയമ്മ നവോമിയോട് ഒരു തീരുമാനം പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവമാ, നിന്റെ ജനം എൻ്റെ ജനമാ, നീ പോകുന്നിടത്ത് ഞാനും വരും, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. അത് രക്ഷയുടെ അനുഭവത്തിൽ ഒരു തീരുമാനമാണ്. ദൈവത്തെ സ്വന്തമാക്കുകയാണ്. ഇതാ, ബന്ധത്തിൽ നിൽക്കുന്നതിനോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നീ ദൈവത്തിനാണ് നിൽക്കുന്നെങ്കിൽ പട്ടണം നിന്റെ മുമ്പിൽ കീഴടങ്ങും. കാരണം നീ അവകാശിയാണ്. സകലത്തെ ഉളവാക്കിയ ദൈവം, അഖിലാണ്ടത്തെ ഉളവാക്കിയ ദൈവം, സകലത്തിന് മുകളിൽ നിൽക്കുന്നവൻ നിന്നെ വിശ്വസ്തനെന്ന് എണ്ണിയാൽ നിന്നെ ഈ പട്ടണം ഏൽപ്പിക്കാൻ തയ്യാറാകും. ഒരുമിച്ചൊന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അബ്രഹാമിനെ ദൈവം വിശ്വസ്തനെന്ന് എണ്ണി. അബ്രഹാമിൻ്റെ അനുഗ്രഹം നിങ്ങൾ നോക്കണം കേട്ടോ. രാജാക്കന്മാർ അവൻ്റെ അനുഗ്രഹം കണ്ട് പേടിച്ചുപോയി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതേ ദൈവം ഇതാ നിന്നെ അനുഗ്രഹിക്കാൻ തയ്യാറാക്കുകയാണ്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ. റൂത്ത് ഒന്നുമില്ലാത്ത അനുഭവത്തിൽ നവോമിയായിട്ട് ഇറങ്ങിയാണ്. അവർക്ക് ആഹാരത്തിനുള്ള മാർഗമില്ല, പക്ഷേ അവൾ കാല് വെക്കുന്നത് ഏവക്കൊയ്ത്തിൻ്റെ സീസണിലാണ്. അവിടെ ഇതാ അവൾ ധാന്യം പിറക്കുവാൻ ഇറങ്ങുകയാണ്.
എന്ന് പറഞ്ഞാൽ യാചകയുടെ രൂപത്തിലാണ് അവൾ ഇറങ്ങുന്നത്. പക്ഷേ അവിടെ വെച്ച് അവളുടെ ജീവിതത്തിൽ ഒരു തിരിവ് സംഭവിച്ചു. അവൾ കാല് വെച്ചത് ബോബസിന്റെ വയലിലാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ കർത്താവിനോടുള്ള ബന്ധത്തിനകത്ത് പൂർണ്ണമായ ബലത്തോടെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നെങ്കിൽ, എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട്. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, നീ പട്ടണത്തിൽ വാലല്ല തല തന്നെ ആയിത്തീരും. നീ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടും. നിന്നോടുള്ള ഏറ്റവും വലിയ പ്രവചന ദൂത് എന്ന് പറയുന്നത് നീ വാലല്ല തല തന്നെ ആയിത്തീരുമെന്നുള്ളതാണ്. അങ്ങനെയൊന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സകല ജാതികൾക്കും മീതെ നിന്നെ ഉന്നതമാക്കും എന്നുള്ള ആ വലിയ ദൂതിനെ സ്വീകരിച്ചുകൊണ്ട് ഈ മിനിറ്റിൽ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് അവകാശത്തിലേക്ക് നടക്കാൻ. നിങ്ങളിതാ റൂത്തിനെ ശ്രദ്ധിച്ചു നോക്കി. പിറക്കാൻ ഇറങ്ങിയവൾ ഭാഗ്യവശാൽ ബോബസിന്റെ വയലിലെത്തിയെന്നാണ് ഇരിക്കുന്നത്. ഭാഗ്യമല്ല, ദൈവം നടത്തിയതാണ്. ദൈവം അവളുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന നന്മയാണ്. അടുത്തത് പിറക്കാൻ ഇറങ്ങുമ്പോൾ ബോബസ് അവന്റെ ദാസന്മാരോട് അല്ലെങ്കിൽ ബാല്യക്കാരോട് പറയാണ്, ഇവൾക്ക് വേണ്ടി ചില കതിരുകളെ വലിച്ചിട്ട് കൊടുക്കണം. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അടുത്ത താഴോട്ടുള്ള വാക്യങ്ങൾ നോക്കിയാൽ ബോബസിന്റെ മേശയിൽ നിന്ന് കഴിക്കാനുള്ള പദവി അവൾക്ക് കിട്ടുകയാണ്. ബോബസിനോട് നിന്ന് ആഹാരം കഴിക്കാൻ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങളെ അവൻ ഉയർത്തി രാജാക്കന്മാരുടെ കൂടെ ഇരുത്തുന്നവനാണ്. ഒരുമിച്ചൊന്ന് ചേർന്നുകൊണ്ട് ഈ മിനിറ്റിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവവചനത്തിന്റെ ആഴങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് പറയുന്നത്. അവിടുന്ന് ഇതാ ഒരു മോബാബി സ്ത്രീ വില കൊടുത്തിറങ്ങുമ്പോൾ അവളെ ആ പട്ടണത്തിൽ ദൈവം മാനിക്കുകയാണ്, ആ വയലിന്റെ അധികാരിയായി. ഹല്ലേലൂയ. ഒന്നുമില്ലാതെ ഒരു തീരുമാനത്തിൽ ഇറങ്ങി തിരിച്ച ഇപ്പോൾ അവൾ പട്ടണത്തിൽ അറിയപ്പെടുന്നവളായി തീർന്നു. ഒന്നുകൂടെ ഒരാഴം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടം കൊണ്ട് തീരുകയല്ല. ഇതാ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ അവൾ ഇടം പിടിക്കുകയാണ്. ഒരുമിച്ചൊന്ന് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ. നിങ്ങളുടെ ജീവിതത്തിനകത്തും നിങ്ങൾ ദൈവത്തിന് വേണ്ടി വെക്കുന്ന സ്റ്റെപ്പുകളിൽ വലിയ അനുഗ്രഹങ്ങളുണ്ട്. ഇതൊരു ബന്ധമാണ് പ്രിയരെ. ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോഴും ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പിയല്ല, അല്ലെങ്കിൽ അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകാൻ അധികാരം തന്നു. അറിയാം, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കേണ്ട സോപുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അവൻ അയച്ചു. ഹല്ലേലൂയ. ആ നിലയിൽ നിന്നുകൊണ്ട് ഇനി നിങ്ങൾ മക്കളാന്നുള്ള അവകാശത്തിൽ നിൽക്കുകയാണെങ്കിൽ അപ്പ എന്ന് വിളിക്കുന്ന ഒരു ബന്ധത്തിനകത്താണ് നിൽക്കുന്നത്. ബന്ധത്തെ വിളിച്ച് കാണിക്കുന്ന അകലുമല്ല കേട്ടോ, അടുത്താണ്. ദൈവവുമായി നിങ്ങൾ അടുത്താണ്. പൗലോസ് പറയുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, അവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. ആ നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിപ്പത്തിൽ നടക്കുന്ന ചിലവരെ നോക്കി എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ സാധാരണ ആൾക്കാരല്ല. ഹല്ലേലൂയ. ഈ നിലയിൽ മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് നിങ്ങൾ കരുതലുകൾ കാണും. മാർക്കോസിന് സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സുറഫോനിയ ജാതിയിലുള്ള ഒരു സ്ത്രീയോട് എൻ്റെ യേശു കർത്താവ് പറയാണ്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നു എന്നല്ല. അപ്പോൾ ഇവിടെ 2 കരുതലുകളാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെയും നിങ്ങളുടെയും തൃപ്തിയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ദൈവം നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ പോവുകയാണ്. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതാൻ പോവുകയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്ക്. കരുതുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. ആ നിലയിൽ തന്നെ നിങ്ങളെ നോക്കി ഞാൻ ഒന്നുകൂടെ ഒരു ആഴം പിടിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പേരിൽ അപ്പമുണ്ട്. മക്കളുടെ അപ്പം എടുത്ത് മറ്റാർക്കും കൊടുക്കത്തില്ല. നിങ്ങളുടെ സൗഖ്യത്തെ, നിങ്ങളുടെ വിടുതലിൻ്റെ ഈ മിനിറ്റുകൾ നിങ്ങൾ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവകാശം പറയുവാൻ, അധികാരം പറയുവാൻ, കരുതലിനെ വെളിപ്പെടുത്തുന്ന രീതിയിൽ ദൈവത്തെ ഉയർത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉയർത്ത്. എൻ്റെ ദൈവം കരുതുന്നവനാണ്, എൻ്റെ ദൈവം കാക്കുന്നവനാണ്, എൻ്റെ ദൈവം വഴി തുറക്കുന്നവനാണ്. അങ്ങനെയൊക്കെ ഒന്ന് വാഗൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ദൈവികമായ കരുതലുകളിലേക്ക് കയറാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് ഇപ്പോൾ തന്നെ ആരാധനയും സ്തുതിയും ഒരു ആയുധമാക്കി ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ഈ ദൈവവചനത്തിനകത്ത് നിങ്ങൾ പ്രതികരിക്കുമെങ്കിൽ, തിമായുടെ മകനായ ഭൃത്യമായി പ്രതികരിച്ചു കേട്ടോ. എതിർപ്പുകൾ അവൻ നേരിട്ടു. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കിയ ഒരു സന്ദേശം ഇപ്പോൾ കൈമാറുകയാണ്. നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ പ്രതികൂലം കണ്ടിട്ടാണോ നിൽക്കുന്നത്? ആ പ്രതികൂലത്തിനകത്ത് നിങ്ങൾ ഒതുങ്ങരുത്. ചെങ്കടലിനെ 2ആക്കുന്നതിന് മുമ്പേ ഇസ്രായേൽ മക്കൾ കണ്ട ഏറ്റവും വലിയ പ്രതികൂലമാണ്. മുമ്പിൽ വഴിയില്ല, പിറകിൽ ഫറവോൻ സൈന്യം വന്ന് നിൽക്കുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, മുമ്പിലും പിൻപിലും ഒരു വഴിയില്ലാത്ത അനുഭവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ ദൈവം ഉയരത്തിൽ നിന്ന് നിന്റെ വഴിയെ തുറക്കാൻ പോവുകയാണ്. ഇതാ ഉയരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുന്നു. എനിക്ക് എൻ്റെ നോട്ടത്തിൽ മുമ്പിലും പിൻപിലും സൈഡിലും ഒരു വഴിയില്ലെങ്കിൽ എനിക്കൊരു കാര്യം മനസ്സിലാകും, എനിക്ക് വേണ്ടി ഉയരത്തിലെ വാതിലുകൾ തുറക്കും. എനിക്ക് വേണ്ടി ഉയരത്തിലെ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ നിലകളിൽ ഇന്നത്തെ ഈ വചന സന്ദേശം കേൾക്കുന്നതിന് മുമ്പ് ദൈവവചനത്തെ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. ഈ ദൈവവചനത്തിനകത്ത് നിങ്ങൾ ആമേൻ പറയുമ്പോൾ ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ
കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിന് നിങ്ങൾ ഏറ്റുപറയുമ്പോൾ വചനത്തിന് ദൈവത്തോളം ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയണം. ഒരുമിച്ചൊന്ന് ഈ സമയത്ത് ഏറ്റുപറഞ്ഞാട്ടെ. 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം പറയുകയാണ്, അല്ലെങ്കിൽ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വെളിച്ചമാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ വെളിപ്പെട്ട് വരുന്നത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എത്ര ഇരുട്ടിനകത്താണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഒരു മെഴുകുതിരി മതി ഇരുട്ട് മാറുവാനായിട്ട്. ആ നിലകളിൽ ഈ വചനത്തെ നിങ്ങൾ സ്വീകരിക്കുന്നവരാണെങ്കിൽ ഇതാ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1:12 പറയുന്നു, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചുകൊള്ളും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വർഷങ്ങൾ നടക്കാത്തത് ഇപ്പോൾ ഈ ദൈവവചനത്താൽ സംഭവിക്കാൻ പോകുന്നു. കാരണം നിവർത്തീകരിക്കുന്ന എന്തുകൊന്ന് ഈ സമയത്ത് ചിലവരുടെ മേളിൽ വെളിപ്പെട്ട് വരികയാണ്. വചനത്തിൽ രാവും പകലും സന്തോഷിച്ച് അത് ധ്യാനിക്കുന്നവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നു, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് പറഞ്ഞാൽ ദൈവവചനത്തിനകത്ത് സന്തോഷിക്കുന്ന ഒരാളോട് എനിക്ക് പറയാനുണ്ട്, നിന്നെ ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഒതുക്കാൻ പറ്റത്തില്ല, ലോകത്തിന്റെ ശക്തികൾക്ക് നിന്നെ തടയാൻ പറ്റത്തില്ല. കാരണം എല്ലാം അടഞ്ഞെന്ന് തോന്നിയാലും നിനക്ക് വേണ്ടി ഒരു വഴിയെ ദൈവം തുറക്കും. നിനക്ക് മുമ്പിൽ വരുന്നത് 7 തിരിഞ്ഞു പോകും. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എതിരുകളെ മാറ്റുന്ന എന്തോ ഒന്ന് നിന്റെ മുന്നിൽ വചനം എന്ന വാളായി വെളിപ്പെട്ട് വരികയാണ്. ഒരു ആയുധത്തെ സ്വീകരിക്കുന്നത് പോലെ ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് ഹല്ലേലൂയ, യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആധരം തുറന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇതുവരെയും തുറക്കാത്തത് എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് തുറക്കുകയാണ്. ഇതാ വചനത്തിന്റെ ശക്തി വെളിപ്പെട്ട് വരികയാണ്. ഈ നിലകളിൽ ഈ വചനത്തിന്റെ ശക്തിയെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെ വചനത്തിന് നമ്മളെ ജീവിപ്പിക്കാൻ പറ്റും. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവും ഉള്ളതാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ജീവിക്കാൻ പോവുകയാണ്. ആത്മശക്തിയിൽ നിങ്ങൾ എഴുന്നേൽക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മേളിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ട് നിങ്ങളിതാ ആത്മനദിയുടെ ചലനങ്ങൾ തിരിച്ചറിയാൻ പോവുകയാണ്. ഹല്ലേലൂയ. വറ്റാത്ത ചില ഉറവകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരാൻ പോകുന്നു. അറിയാം, അടഞ്ഞെന്ന് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തു നിങ്ങൾക്ക് വേണ്ടി പുതിയത് ചിലത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ ഈ വചനചിന്ത നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളുണ്ട്. പ്രാർത്ഥനയുടെ വിവിധ തലങ്ങൾ, അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് വിവിധ പൊസിഷനുകൾ ബൈബിളിൽ നാം കാണുന്നു. തൻ്റെ ഭക്തന്മാർ നെടുമ്പാട് കിടന്ന് പ്രാർത്ഥിച്ചതായി കാണുന്നു. മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ച ഏലിയാവ് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചതായി കാണുന്നു. ഇതാ ദാനിയേലിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എതിരിന്റെ നടുവിൽ അവൻ 3 നേരം മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ചതായി കാണുകയാണ്. ഇങ്ങനെ വിവിധ നിലകളിൽ പ്രാർത്ഥനയുടെ പൊസിഷൻ നിൽക്കുമ്പോൾ തന്നെ നാം പ്രാർത്ഥിക്കുന്ന വിധങ്ങളെ തിരിച്ചറിയണം. അറിയാം എന്തിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. ഏതെല്ലാം പ്രാർത്ഥനയുടെ തലങ്ങളാണ് നമ്മുടെ മുന്നിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. ഇതൊന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതും മനസ്സിലാക്കാനും നമുക്ക് മുമ്പോട്ട് പോകാനും എളുപ്പമായി തീരും. അതേ നിലയിൽ ഇന്ന് ആദ്യം തന്നെ ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയണം, പലവിധ ആവശ്യത്തിൽ ഭാരപ്പെട്ടുകൊണ്ട് എൻ്റെ വിഷയം മാത്രം ഒന്നും ആകുന്നില്ലല്ലോ, എനിക്ക് മാത്രം ഒരു വിടുതലില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, ബന്ധത്തിനകത്താണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ഇവയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ സ്വർഗസ്സനായ പിതാവ് അറിയുന്നല്ലോ. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നവരൊന്ന് ശ്രദ്ധിച്ച് വിവിധ നിലകളിൽ പ്രാർത്ഥനയുടെ തലങ്ങൾ നാം തിരിച്ചറിയാൻ പോകുകയാണ്. ഒന്നാമത്തത്, ഒരു ഭക്തന്, ഒരു ദൈവത്തെ വിളിക്കുന്ന സാധാരണ വ്യക്തി തിരിച്ചറിയേണ്ടത് അവൻ്റെ ആവശ്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കും എന്നുള്ളതാണ്. അവൻ്റെ ആവശ്യങ്ങളിൽ ദൈവം മതിയായവൻ എന്നുള്ളതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നാം ശ്രദ്ധിച്ചാൽ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. ഇതാ വചനം പറയാണ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഒരു ഭക്തൻ അല്ലെങ്കിൽ ബന്ധത്തിൽ നിൽക്കുന്ന ചിലരോട് ദൈവത്തിന് പറയാനുണ്ട്, നിങ്ങൾ വിചാരപ്പെടുന്നത് അകലെ നിൽക്കുന്ന ദൈവത്തെ കണ്ടുകൊണ്ടാണ്. പക്ഷേ എൻ്റെ ആവശ്യത്തിൽ എൻ്റെ അപ്പൻ മതിയായവനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ വാക്യം നിങ്ങൾ അപ്പനോട് പറയുന്നത് പോലെ ആയിരിക്കും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകലതും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നൊരു ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് ഈ ആരംഭത്തിൽ തന്നെ ഞാൻ ചിലവരെ നോക്കി വിളിച്ചു പറയുകയാണ്, നമ്മുടെ നീഡിൽ, നമ്മുടെ ആവശ്യത്തിൽ നമ്മുടെ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ആവശ്യബോധത്തിൽ അത്യാവശ്യത്തിൽ നിൽക്കുന്നവരോട് എനിക്കൊന്ന് പറയാനുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഹിസ്കിയാ രാജാവ് മരിക്കത്തക്ക രോഗം പിടിച്ചു കിടക്കുകയാണ്. ആ അനുഭവത്തിൽ പ്രവാചകനായ യെശയ്യാവ് അവൻ്റെ അടുക്കിലേക്ക് വരികയാണ്. യെശയ്യാവ് അവനോട് പറയാണ്, നിന്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തണം, നീ മരിച്ചു പോകും നിശ്ചയം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 20-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിനോട് നേരെ തിരിച്ച്
യഹോവയോട് പ്രാർത്ഥിച്ചു. 3-ാമത്തെ വാക്യം, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. നിങ്ങൾ ഈ 2-3 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തീരുമെന്ന് പറഞ്ഞെടുത്ത ഒരു ഭക്തൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. അവൻ ആവശ്യബോധത്തോടെ തൻ്റെ ജീവിതത്തെ നീട്ടിത്തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നിങ്ങളുടെ ആവശ്യത്തിൽ, എൻ്റെ അത്യാവശ്യത്തിൽ ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് കണ്ണുകളൊന്ന് അടച്ചു പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ 34-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഇതാ കർത്താവിൻ്റെ കണ്ണ് നമ്മുടെ മേലാണ് നിൽക്കുന്നത്. അപ്പൻ്റെ കണ്ണ് നമ്മയാണ് ശ്രദ്ധിക്കുന്നത്, മക്കളെയാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്. അതേപോലെ അവൻ്റെ ചെവി അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വാസമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ ആ പാതപീഠത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. 2-ാമത്തെ തലം എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയ ആഴം, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിള് ദൈവവചനം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇന്നലകളിൽ നാം കേട്ട പ്രവചന ശബ്ദത്തെ വെളിപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം, അവരെ വിട്ട് 3-ാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. ഇതാ യേശു കർത്താവ് ഗെത്സമനെ തോട്ടത്തിലായിരിക്കുമ്പോൾ അനുഭവമാണ് കാണുന്നത്. പിന്നെയും അവൻ 3-ാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരെല്ലാം മയക്കം പിടിച്ചിരിക്കുകയാണ്. എന്നാൽ എൻ്റെ കർത്താവ് ആത്മഭാരത്തിൽ വചനം ചൊല്ലി പ്രാർത്ഥിച്ചതായി കാണുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ഈ ദൈവവചനം അധരത്തിൽ എടുത്തു പ്രാർത്ഥിച്ചാൽ, ദൈവവചനത്തിൻ്റെ പ്രത്യേകത, ഈ വചനത്തിന് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുണ്ട്. നിങ്ങളെ മുൻപോട്ട് വിടാതെ നിൽക്കുന്ന ചിലതിനെ വചനം പറഞ്ഞുകൊണ്ട് മുറിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അതേ നിലയിൽ ഇന്നലകളിൽ പ്രവചന ശബ്ദം കേട്ടവരുണ്ടാകാം, ഇന്നലകളിൽ വാക്തത്വം കേട്ടവരുണ്ടാകാം, ഇന്നലകളിൽ ദൈവം സംസാരിച്ച, ദൈവവചനത്തിലൂടെ സംസാരിച്ച അനുഭവമുള്ളവരുണ്ടാകാം. ഇതാ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. യെശയ്യാവ് 41-ാം അധ്യായം 10-ാമത്തെ വാക്യം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാ. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ അതേ നിലയിൽ ഇതാ ദൈവവചനത്തെ കേൾക്കുന്ന, ദൈവവചനത്തെ സ്വീകരിക്കുന്ന ചിലരുണ്ടെങ്കിൽ ദൈവവചനത്തിനകത്ത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങൾ നോക്കേ, ദാവീദ് കേട്ട ഒരു പ്രോമിസിനകത്ത് നിന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 1 ദിനവൃത്താന്തം 17-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം, എൻ്റെ ദൈവമേ, അടിയന് നീ ഒരു ഗൃഹം പണിയണമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അടിയൻ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ധൈര്യം പ്രാപിച്ചു. ഇതാ ദാവീദ് ദൈവത്തോട് പറയുകയാണ്, എനിക്ക് നീ ഒരു ഗൃഹം പണിയുമെന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നാഥാൻ പ്രവാചകൻ വന്ന ഇതിനു മുമ്പെയുള്ള 10-ാമത്തെ വാക്യത്തിൽ ഒരു പ്രവചനം ദാവീദിനോട് കൈമാറുന്നത് കാണാൻ പറ്റും. 1 ദിനവൃത്താന്തം 17-ന്റെ 10-ാമത്തെ വാക്യം, ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കും, യഹോവ നിനക്കൊരു ഗൃഹം പണിയുമെന്ന് ഞാൻ നിന്നോട് അറിയിക്കുന്നു. ഇതേപോലെ ഇന്നലകളിൽ കേട്ട വാക്തത്വം, ഇന്നലകളിൽ കേട്ട പ്രവചന ശബ്ദങ്ങളെ, ദൈവശബ്ദത്തെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ദൈവമേ, എന്നോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ തലമുറയോടും നീ അത് പറഞ്ഞതാ. ഞങ്ങൾ ആ വാക്തത്വത്തെ കൈവശമാക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഇതാ കാലേബിനോട് മോശ മുഖാന്തരം പറഞ്ഞ വാക്തത്വം അവനെ 85 വയസ്സുള്ളപ്പോൾ 45 വർഷത്തിന് മുമ്പേ കേട്ട ദൂതിനെ അവൻ അവകാശം പറയുകയാണ്. ആ ദേശം എനിക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ 45 വർഷത്തിന് മുമ്പേ കേട്ട ദൂത് ദാ കാലേബ് അവകാശം പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ നിങ്ങൾ കേട്ടതിനെ വീണ്ടും ഉദ്ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ വചനത്തെ, ആ വാക്തത്വത്തെ, ആ പ്രവചനത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയും. അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിറവേറും. ആ വിഷയത്തിനകത്ത് ദൈവമാണ് ഇടപെട്ടെങ്കിൽ ആ വഴി തുറക്കുന്നത് നിങ്ങൾ കാണും. എന്നെ കേൾക്കുന്നതിനുണ്ടെങ്കിൽ വചനം പറഞ്ഞു പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അതൊരു വലിയ അനുഗ്രഹമായി, അതൊരു വലിയ വിടുതലായി തീരുന്നത് നമുക്ക് കാണാൻ പറ്റും. 3-ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വേഗത്തിൽ വരികയാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് 3-ാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളുണ്ട്. ദൈവ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അറിയാം, സ്വന്തം ഇഷ്ടമല്ലത്. ആ നിലകളിൽ ദൈവം നിയോഗം ഏറ്റെടുത്ത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടേണ്ടതിന് വേണ്ടി ചിലവരെ ദൈവം തിരഞ്ഞെടുക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് ഇതിനകത്തൊരു വലിയ ആഴം കാണാൻ പറ്റുന്നത് പുതിയ നിയമത്തിൽ യേശുവിൻ്റെ അമ്മ മറിയാണ്. അറിയാം, 14 വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ആ കന്യകയുടെ അടുക്കിലേക്ക് ഇതാ ദൂതൻ ഇറങ്ങി വരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 27-28 വാക്യങ്ങൾ. ദാവീദിന്റെ ഗൃഹത്തിലുള്ള യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയെന്നായിരുന്നു.
28 ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ദൈവം തിരഞ്ഞെടുത്തവളുടെ അടുക്കിലേക്ക് ദൂതൻ ഇറങ്ങി ചെല്ലുകയാണ്. നിങ്ങൾ വാസമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ. എൻ്റെ ദൈവ നിയോഗത്താൽ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു വലിപ്പം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. മറിയെ വിഷയത്തിനകത്ത് ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും വലിയ ആഴം തിരിച്ചറിയേണ്ടത്, മറിയയ്ക്ക് ഇതിനകത്ത് വേറെ വലിയ ബെനിഫിറ്റുകളൊന്നും ഇല്ല കേട്ടോ. മറിയ ആ വിഷയത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. മറിയയുടെ ഒരു വിഷയമല്ല ഇപ്പോൾ അവൾ ഏറ്റെടുക്കുന്നത്, ദൈവത്തിൻ്റെ നിയോഗമാണ്. ദൈവത്തിൻ്റെ വലിയ ആവശ്യമാണ് അവൾ ഏറ്റെടുക്കുന്നത്. ഇതാ ലോകത്തിൻ്റെ രക്ഷിതാവ് അവളിൽ പിറക്കുവാൻ പോകുന്നു. ഇങ്ങനെ ദൈവ നിയോഗത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ചിലവർ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന തടസ്സങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന വേദനകൾ ഏതോ മിനിറ്റിൽ വലിയ അത്ഭുതമായി തീരും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ലോകത്തിൻ്റെ രക്ഷിതാവ് നിന്നിൽ ജനിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വേണമെങ്കിൽ അത് തെള്ളിക്കളയാമായിരുന്നു, അവൾക്കതിനെ നിരസിക്കാമായിരുന്നു. പക്ഷേ അവളത് ഏറ്റെടുക്കുന്നത് കാണാൻ പറ്റും. ഇന്നും ദൈവത്തിൻ്റെ നിയോഗത്താൽ നിങ്ങൾ ആ ഭവനത്തിൽ, ആ സഭയിൽ, ആ പട്ടണത്തിലായിരിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ സെർച്ച് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ, ഇന്ന് നിങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ എന്തോ ഒരു ഭയങ്കരമായ ദൈവപ്രവൃത്തി നിങ്ങളെ അന്വേഷിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെട്ട് വരികയാണ്. അതേ നിലയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ തന്നെ പ്രാർത്ഥനയോടുകൂടെ 1:38 നമ്മളൊന്ന് വായിക്കുകയാണ്. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. മറിയ ഈ ദൈവനിയോഗം ഏറ്റെടുക്കുമ്പോൾ അവളുടെ മുമ്പിൽ ഒത്തിരി റിസ്ക്കാണ് അവൾ ഏറ്റെടുക്കുന്നത്. ലോകത്തിന് മുമ്പിൽ അവൾ ഒരു കളിയാക്കലാകുകയാണ്. അവൾ വല്ലാതെ നിന്ദിക്കപ്പെടാൻ പോവുകയാണ്. പുരുഷനെ അറിയാതെ ഇത് അവൾ ഗർഭസ്ഥയായി തീരുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഇതേപോലെ ആ നിയോഗം ഏറ്റെടുക്കുമ്പോൾ അവൾ ഒത്തിരി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ അവളുടെ ജീവിതത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ പദവി, ഇന്നും യേശുവിൻ്റെ അമ്മയായ മറിയ ലോകത്തിൽ വാഴ്ത്തപ്പെട്ടവളാണ്. അനേകർ അവളുടെ മുമ്പിൽ കൈകൂപ്പുന്നുണ്ട്, അവളെ നോക്കി അനേകർ നമസ്കരിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു തെളിവെന്ന് പറയുന്നത് അവളെടുത്ത തീരുമാനമാണ്. ഇന്നും എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ദൈവം ജീവിക്കുന്നതിൻ്റെ ഒരു അടയാളമായി മാറാൻ പോവുകയാണ്. ഇതാ മറിയ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1:48 അവൻ തൻ്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. സമർപ്പണത്തിൽ നിൽക്കുന്ന, ദൈവനിയോഗത്തിൽ നിൽക്കുന്ന ചിലരെ നോക്കി ദൈവത്തിന് പറയാനുണ്ട്, ഇന്നു മുതൽ നീ അനേകർക്കൊരു പുസ്തകമായിരിക്കും. നീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും നിന്നെക്കുറിച്ച് വരുന്ന തലമുറകൾ പറയും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഈ കാലഘട്ടം കൊണ്ട് തീരുന്ന ആളല്ല നിങ്ങൾ. കാരണം നിങ്ങൾ ദൈവനിയോഗത്തെ ചുമക്കുന്ന ആളാണ്. ദൈവത്തിൻ്റെ ആ വലിയ ഭാരം ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുന്ന ആളാണ്. നിന്നിലൂടെ പട്ടണത്തിൽ എന്തോ സംഭവിക്കാനുണ്ട്. അടുത്തൊരു ഭാഗം നിങ്ങളെ നോക്കി ഞാൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 4ാമത്തെ ഒരു തലം ഇതാ നിങ്ങളെ നോക്കി ഞാൻ വേഗത്തിൽ കൈമാറുകയാണ്. നമ്മുടെ ആവശ്യവും ദൈവത്തിൻ്റെ നിയോഗവും ഒന്നുചേരാൻ പോവുകയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേഗത്തിൽ മനസ്സിലാകേണ്ടതിന് വേണ്ടി ഞാൻ ഹന്നായെ നിങ്ങളുടെ മുമ്പിലോട്ടൊന്ന് വെളിപ്പെടുത്തുകയാണ്. ഹന്ന നാളുകളായി തലമുറയില്ലാതെ പെനീനയുടെ കുത്തുവാക്കുകളിൽ ഭാരപ്പെട്ട് നിലവിളിക്കുന്നവളാണ്. ആഹാരം പോലും നല്ലതുപോലെ കഴിക്കാൻ കഴിയാത്ത ഒരു കയ്പിൻ്റെ അനുഭവത്തിൽ ജീവിക്കുകയാണ്. എന്നാൽ ദൈവം ഒരാളെ അന്വേഷിക്കുന്നു, ഭൂമിയിലെ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യേണ്ടതിനായി. ഭൂമിയിലെ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യേണ്ടതിനും പട്ടണങ്ങളിൽ ദൈവശബ്ദത്തെ വെളിപ്പെടുത്തേണ്ടതിനുമായി ഒരു ശമൂവേലിന് വേണ്ടി ദൈവം ഒരു സ്ത്രീയെ അന്വേഷിക്കുകയാണ്. ഇതാ ദൈവത്തിൻ്റെ നിയോഗവും ഹന്നായുടെ ആവശ്യവും ഒരുമിച്ച് ക്ലബ്ബാകുകയാണ്, ഒരുമിച്ച് ചേരുകയാണ്. അങ്ങനെ ഒരു തലത്തിൽ ഇന്ന് ചിലർ നിൽപ്പുണ്ട്. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ സ്നാപക യോഹന്നാന്റെ ആ ജനനം ഇതേപോലെയാണ്. ദൈവം തിരഞ്ഞെടുത്ത ആ കുടുംബമാണ് സെക്കരിയാവും എലിസബത്തും എന്ന് പറയുന്നത്. അവരാ കാലതാമസം എന്ന് കണ്ടെങ്കിലും ഇതാ ദൈവം നിയോഗം അവനെ അന്വേഷിച്ചു വരികയാണ്. സെക്കരിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സമയത്തിലേക്ക് അവർ വന്നതോടെ ആ നിയോഗം അവരുടെ ആവശ്യത്തിന് മേളിൽ വെളിപ്പെട്ട് വരികയാണ്. യോഹന്നാൻ യേശുവിൻ്റെ വഴിയൊരുക്കാൻ വരുന്നയാളാണ്. ഒരുമിച്ചൊന്ന് ചേർന്നുകൊണ്ടൊന്ന് കര ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഇതാ ഹന്നായെ ദൈവം ഓർക്കുകയാണ്. അവൾ വല്ലാതെ ഭാരപ്പെട്ട് മനം കലങ്ങി മനോവ്യസനത്തോടെ ആലയത്തിൽ വന്ന് ഇന്ന് കരയുകയാണ്. കരയുമ്പോൾ ഇതാ ഏലി പുരോഹിതൻ അവളെ കാണുന്നു. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ 1 ശമൂവേൽ 1-ാം അതിൻ്റെ 17-18 അതിന് ഏലി, സമാധാനത്തോടെ പൊക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. 18 അടിയന് തിക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു.
അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ഇതാ ആലയത്തിൽ വെച്ച് ദൈവത്തിന്റെ നിയോഗത്തെ അവളുടെ മേളിൽ പകരുകയാണ്. അന്നത്തെ ആ സമർപ്പണത്തിൽ പുരോഹിതൻ പറയാണ്, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ നിനക്ക് മറുപടിയായി ലഭിക്കും. ദൈവത്തിന്റെ നിയോഗം അവളുടെ മേളിൽ വെളിപ്പെടുന്നു. അവളുടെ ആവശ്യം സാധിക്കാൻ പോവുകയാണ്. 19-ാമത്തെ വാക്യം നോക്കിയാൽ യഹോവ ഹന്നായെ ഓർത്തു എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. ഇതാ അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ കൈമാറുന്നു. ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ആവശ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ശത്രുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കാമെങ്കിൽ ആ ശോധനയിൽ, ആ പ്രതികൂലത്തിൽ വിരോധമായി രേഖ എഴുതിയിരിക്കുന്ന പട്ടണത്തിനകത്ത് നീ മാനിക്കപ്പെടാൻ പോകുന്നു. 3-ാമത്തെ ഒരു തലമാണ് വചനം കേട്ട് അല്ലെങ്കിൽ പ്രവചനം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. 4-ാമത്തെ തല ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ നിയോഗത്തിന് വേണ്ടി മറിയ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നവരെ ഒരു കാലഘട്ടത്തിൽ ദൈവം ഉയർത്തുവാൻ പോകുന്നു. ഇതാ 5-ാമത്തെ തലമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിയോഗവും നമ്മുടെ ആവശ്യവും ഒന്നു ചേരുകയാണ്. ഹനായുടെ വിഷയം വെളിപ്പെട്ടതുപോലെ ഇന്ന് ഇതേപോലെ പ്രാർത്ഥിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മ പറയുന്നു, നമ്മുടെ ആവശ്യങ്ങളിൽ അവൻ കരുതുന്നവനാണ്. ഒന്ന് കണ്ണുകൾ അടയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പറ്റുന്നവർ എന്നെ കേൾക്കുന്നവരെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, ഈ സമയത്ത് ഈ വചനങ്ങൾ നിങ്ങളോട് ഇടപെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണം. നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ 4 വർഷം മുമ്പാണ് പാസ്റ്റർ അടുത്ത് എനിക്ക് ഈ പെടലി നൂന്നിരുന്ന് എനിക്ക് ഇരിക്കാൻ വയ്യായിരുന്നു. അങ്ങനെ ഞാൻ കിടന്ന് എൻ്റെ മോൾ എറണാകുളത്ത്, അങ്ങനെ ഞാൻ എറണാകുളത്ത് ചെന്നാണ് പാസ്റ്റർ അടുത്ത് ചെന്ന് പാസ്റ്റർ ഇത് കൈവച്ച് പ്രാർത്ഥിച്ച് അന്നേരം തന്നെ ഞാൻ ചാടി എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിച്ചു. എഴുന്നേക്കാൻ പറ്റത്തില്ലായിരുന്നു, ഒരു സൈഡ് ഇങ്ങനെ തിരിഞ്ഞിരുന്നായിരുന്നു. ആ ഒറ്റ മീറ്റിംഗ് അമ്മച്ചി സൗഖ്യമായി. എല്ലാ ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചോദിച്ചു. ആമേൻ. പുള്ളൂരിൽ നിന്ന് അമ്മച്ചി ഒറ്റയ്ക്ക് ഇവിടെ വന്നു. കർത്താവ് ചെയ്ത വലിയ കൃപയ്ക്കായി നമുക്ക് ഒരുമിച്ചൊന്ന് നന്ദി പറയാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിളിക്കണം. നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ മിനിറ്റിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ കാണുന്ന ഓരോ ദൈവമക്കളിലേക്കും പ്രാർത്ഥനയുടെ ആഴം വെളിപ്പെട്ടു വരട്ടെ. ഇവർ പ്രാർത്ഥനയിൽ അടുത്ത നിലകളിലേക്ക് പോകട്ടെ. ഇവരെ തടസ്സങ്ങളെ മാറ്റുവാൻ, ഇവരെ വിരോധങ്ങളെ നീക്കുവാൻ, ഇവരുടെ ആവശ്യങ്ങളിൽ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരുവാൻ, കർത്താവെ ദൈവ നിയോഗം ഇവരിലേക്ക് ഇറങ്ങി വരുവാൻ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യത്തോടെ ആ പട്ടണത്തിൽ സാക്ഷിയാകുവാൻ, ആ ഭവനത്തിൽ ഒരു ഉയർച്ച പ്രാപിപ്പാൻ, ആ ജോലി സ്ഥലത്തൊരു എഴുന്നേൽപ്പായി തീരുവാൻ കർത്താവെ അങ്ങയുടെ മക്കളെ അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ, വിടുതലുകൾ വെളിപ്പെട്ടതിനായി സ്തോത്രം, അത്ഭുതങ്ങൾ വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി വിടുതലായെങ്കിൽ വേഗത്തിൽ തന്നെ കാണുന്ന നമ്പറിൽ വിളിക്കുക. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നതാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ചെയ്യട്ടെ. നേരിട്ട് കാണാൻ പറ്റുന്നവർ കാണണമെന്ന് ഓർപ്പിക്കുന്നു. വലുത് പ്രതീക്ഷിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. God bless you. Amen.